ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയി കഴിഞ്ഞു. അതായത് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിൽ ചെന്നു. 30 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ നിന്നും ഇന്ത്യയിലേക്ക് സ്റ്റോർ ചെയ്യാനായി കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ പോയി. അതിനുശേഷം അദ്ദേഹം നോർവേയിൽ പോയപ്പോഴാണ് വലിയ രീതിയിലുള്ള വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. നോർവേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേയുടെ പ്രൈം മിനിസ്റ്ററും തമ്മിൽ ഒരു സംയുക്ത ബ്രീഫിംഗ് നടത്തുന്നതിനിടയിലാണ്, അതൊരു ബ്രീഫിംഗ് ആയിരുന്നു, ഒരു പ്രസ് കോൺഫറൻസ് പോലുമില്ല. അപ്പോഴാണ് ഹെല്ലെ ലിങ്ക് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ചോദ്യത്തിനും മറുപടി പറയാത്തത് എന്നുള്ള ഒരു ആക്രോശം അവിടെ നടത്തിയത്. ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധി, ധ്രുവ് റാഠി അടക്കമുള്ളവർ ഇതിന് വലിയ പ്രചാരണം കൊടുത്തു. ഇത് ഏറ്റെടുത്തു, ഈ നേതൃത്വം ഇത് ഏറ്റെടുത്തു. ഹെല്ലെ ലിങ്ക് രാഹുൽ ഗാന്ധിയെ ബന്ധപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. രാഹുൽ ഗാന്ധിയോട് ഒരു ഫോൺ ഇന്റർവ്യൂ അവർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. ഇപ്പോഴിതാ നോർവീജിയൻ പത്രങ്ങളുടെ ഇന്ത്യ വിരുദ്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ നേർ ഉദാഹരണം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പാമ്പാട്ടിയായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ നോർവീജിയൻ മാധ്യമം വലിയ രീതിയിലുള്ള വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരെ സമ്പൂർണ്ണമായി അപമാനിച്ചുകൊണ്ടാണ് നോർവീജിയൻ പത്രം രംഗത്തെത്തിയിരിക്കുന്നത്. 5 രാജ്യങ്ങളുടെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ പാമ്പാട്ടിയായി ചിത്രീകരിച്ചത് നോർവേയിലെ ഏറ്റവും വലിയ പത്രമായിട്ടുള്ള ആഫ്റ്റർ പോസ്റ്റർ എന്ന് പറയുന്ന ഒരു പത്രമാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരു കറുത്ത വർഗ്ഗക്കാരനായി അതിൽ അവർ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വംശീയ വെറിയുടെ നേർ സാക്ഷ്യമാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള ഒരു വിമുഖതയല്ല, സമ്പൂർണ്ണമായുള്ള ഇന്ത്യക്കാരോടുള്ള വിമുഖതയാണ് നോർവേക്കുള്ളത്, അല്ലെങ്കിൽ നോർവേ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകയ്ക്കുമുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനാകട്ടെ ചുക്കാൻ പിടിക്കുന്നതും മാക്സിമം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നതും നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.